ഇവിടെ എന്താ നോക്കിക്കാമെന്നാണ് വിളിക്കാനാ. അമ്പടിച്ചേട്ടോ. ആ നിങ്ങളാ എന്താടി വഴിക്കൊക്കെ? അല്ല സാധനം വലിയ ഇരിപ്പണ്ട. എനിക്ക് നിന്റെ വരവൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നീക്ക് സാധനത്തിന് രണ്ട് പേരൊന്നിനും എന്റെ അടുത്ത് വരൂലല്ലോ. അതെന്ത് വാർത്താണ് ചേട്ടാ? ഈ നാട്ടില് വാറ്റുണ്ടാക്കണ ഞങ്ങൾക്ക് അറിയാവുന്നത് ചേട്ടനെ മാത്രം. ചേട്ടനെ വാറ്റൊക്കെ ഞങ്ങൾക്ക് തന്നെ ഒരു വാറ്റുണ്ടാവും. ആ വാറ്റൊക്കെ ഔട്ട് പോസ്റ്റ് ഒക്കെ ആയി എല്ലാം തീർന്നിരിക്കണം എന്റെ അടുത്ത്. എടാ ഞാൻ നോണ പറയണേല്ലടാ, ഒന്ന് മനസ്സിലാക്കി എന്റെ ഒരു സാധനം തീർന്നിരിക്കണേ. പോരാതെ ഇന്നിപ്പോ ഒരുപാട് പേര് വന്ന് എന്റെ മേടിച്ചോണ്ടോണ്ടേ എനിക്ക് പോലും അറിയാത്തവന്മാരൊക്കെ വന്ന് മേടിച്ചോണോ. നീ എന്റെ വാറ്റല്ല ഫേമസ് ആയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് ചേട്ടന്റെ വാറ്റ് ഫേമസ് ആകണമെന്നല്ല, എവിടെ സാധനം കിട്ടാനില്ല, അതാണ് ഇവിടെ വന്നെ. ഊഫ് വെറുതെ അല്ല, ഒന്നും കിട്ടാത്തോണ്ടായിരിക്കും ഇവന്മാര് എന്റെ അടുത്ത് ഇങ്ങനെ തന്നെ. പക്ഷെ എനിക്ക് നിന്നോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ, എന്റെ ഒരു സാധനമില്ല, അതുകൊണ്ട് നീയൊക്കെ വിട്ടോളാം. അങ്ങനെ മാത്രം പറയല്ലേട്ടാ, എങ്ങനെയും ഒരു സാധനം ഒപ്പിക്കും ചേട്ടൻ. എന്തെങ്കിലും ഉണ്ടാവും നോക്ക്, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇരിപ്പണോ ഒന്ന് നോക്കിയോടാ. അവിടെയാണെങ്കിൽ അമ്മനാണെങ്കിൽ ലിക്കറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലിക്കർ മേടിക്കാൻ ചെന്നപ്പോ അവിടെ കൊടുക്കത്തെ തിരക്ക്. ചില സ്ഥലത്താണെങ്കിൽ സാധനവും ഇല്ല. ചേട്ടൻ എങ്ങനെയും ഒന്ന് ഒപ്പിച്ച ആ രീതിയിലൊക്കെ ഒന്ന് വിളിച്ചു. ചേട്ടന് കുറെ വാറ്റുണ്ടാക്കണ ആൾക്കാരെ പഠിച്ചുണ്ടാവില്ലേ. എടാ ഇതുവരെ തലവേദന ഉള്ളത് നീയൊക്കെ. ചേട്ടൻ എങ്ങനെയും ഒന്ന് ഒപ്പിച്ച. നീക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ്. ഞാനൊരു പുതിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ ആ സാധനം കൊണ്ടുവരാം. 5 അല്ല 10 മിനിറ്റ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. എങ്ങനെയും സാധനം കിട്ടിയാൽ മതി. അവന്മാര് പോയിട്ട് കുറെ നേരം ആയിട്ടാണ്. എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, അവന്മാര് വരും. നാളെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ തിരക്കായിരിക്കും. ഇങ്ങനെ സാധനം കിട്ടാതിരിക്കുവോ? സാധനം എന്തായാലും കിട്ടും. അതിന് കിട്ടിയില്ലെങ്കിലും ആശിക്കല്ലേ പോയേക്കണം, എങ്ങനെയെങ്കിലും ഒപ്പിച്ചോണ്ട് വരുമോ. ഇങ്ങനെയെങ്കിലും എനിക്ക് സാധനം കിട്ടിയാ മതി. എന്റെ സ്വഭാവം മാറുണ്ട. എടാ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ ടച്ചിങ് വാങ്ങാൻ പോയവനെത്തി, ആ കുപ്പി വാങ്ങാൻ പോയവനെത്തിയില്ലല്ലോ. എടാ അവന്മാര് എത്തിരോ? എനിക്ക് മുമ്പ് അവന്മാര് കുപ്പി വാങ്ങാൻ പോയുള്ള അത് ഞാൻ എത്തിയില്ലൂടാ. എടാ അവന്മാരെ വിളിച്ചടാ, വേഗം വരാൻ വേണ്ടി പറഞ്ഞു. സീനാവും. എന്ത് സീൻ? വാങ്ങാൻ വേണ്ട വാറ്റും കൊണ്ടുവന്ന സീനാവും. ഒരു സീനും ഇല്ല. ഈ പറയണ വാറ്റാകുമ്പോൾ ഇതിനു മുമ്പ് അടിച്ചിട്ടുണ്ട്. അത് ഇയാളുടെ സീൻ മാറ്റിയായിരുന്നു. പിന്നെ ഇത് പുതിയതല്ലേ, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഇതിന് എത്ര ചെന്തോ 850 എന്നിട്ട് പറയണം. ഇടക്കൊക്കെ നോണ്ട പറയണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആമാരല്ലേ മണ്ടന്മാരെ. അപ്പൊ ഇതിന്റെ പേര് ചോദിച്ച എന്ത് പറയും? പേര് ചോദിച്ചിപ്പോ എന്ത് പറയുന്നു? ആ കിട്ടി, പോളിസാനം. അങ്ങനെ പറഞ്ഞാൽ അമരം ഉറപ്പായിട്ട് വിശ്വസിക്കും. സാധനത്തിന് ഒരു പൊളിസാനം. ഓ പൊളിപ്പേരൻ അറിയാലെന്നാ. ആരോ വിളിക്കണ്ടല്ല, ഞാൻ അമ്മരാണ്. ഹലോ, നിങ്ങ എവിടെയാടാ? അടുത്ത വീടിന്റെ അടുത്ത് എത്തി. ആ വേഗം ബാ, ഇവിടെ കിടന്ന് ഗിഫ്റ്റ് കയർ ഒട്ടിക്കണ്. ആ ഓക്കെ. ആ അവിടെ കിടന്ന ഗിഫ്റ്റ് കയർ ഒട്ടിക്കാൻ സാധനം കിട്ടാത്തോണ്ട് വേഗം പാക്കുന്ന സാധനം കൊടുക്കാം. എന്നാ പറഞ്ഞ സാധനം ഉണ്ട്. എടാ നിഹാലം എന്തേടാ? വന്നോഴിക്കാൻ അവന്റെ ബാപ്പനെ കണ്ടായിരുന്നു. അവന്റെ കുപ്പിരിക്കണ ബാപ്പ കണ്ടു. പുള്ളിയെ വീട്ടിൽ വിളിച്ചിട്ട് പോയി. ഇത് നമുക്ക് ഒറ്റക്കടിക്കാം. അയ്യേ ഇത് അമ്പാടി ഉണ്ടാക്കണ വാറ്റല്ലേ? ഓ അമ്പാടിയുടെ വാറ്റ് അടിക്കാത്ത പോലെ. ഇതിനു മുമ്പ് നീ അയാളുടെ വാറ്റൊക്കെ അടിച്ചിട്ടില്ലേ? ഇത് അയാളുടെ പുതിയ വാറ്റാണ്. ഈയിടെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ. അടിച്ചു നോക്ക് എന്നിട്ട് പറ. അയ്യേ ഇത് വാറ്റാണ്. എനിക്ക് വാറ്റ് ഇഷ്ടമല്ലട്ടാ, ഞാൻ അടിക്കൂല. നീ അടിക്കണ്ട, നീ ഷെയർ ഇട്ടിട്ടില്ലല്ലോ. പഠിക്കാതിരിക്കണ നല്ലത്. ഈ വാറ്റെന്ന് എന്ത് എനിക്ക് പറഞ്ഞിട്ടില്ല. പറഞ്ഞു പറഞ്ഞ തല്ല പിടിക്കല്ലേ, സാധനം പൊട്ടിക്ക് വേഗം അടിക്കാം. എടാ നമുക്ക് കൊല്ലം നമുക്ക് പരോളിന് ഇറങ്ങണ്ടടാ. പരോളാ? അതിനായിരുന്നു നമ്മ ജയിലല്ലടാ. ആ പരോളല്ലടാ, ക്രിസ്മസിന് പോണ പരോൾ. ക്രിസ്മസ് പരോൾ. എടാ കടയാടി മോനെ, അത് കരോൾ. അത് തന്നെ ഇവൻ പറഞ്ഞതാ ശരി. എടാ അതിവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ക്രിസ്മസ് ആണ്, കരോളിന് പോകണം, പൈസ ഉണ്ടാകാം നമുക്ക്. പോവാ, പക്ഷെ പപ്പാനി ആരാവും? പപ്പാര് നീയാവ്, നിനക്കല്ലേ തടിയുള്ളത്. എടാ റംബൂട്ടാൻ തലയാ, നിന്നോട് ആരാടാ പറഞ്ഞ ഈ തടിയുള്ളമാരെല്ലാരും പപ്പാനി ആവണോന്ന്? എടാ തടിയന്മാരാടാ പപ്പാനി ആവേണ്ടത്, അവർക്ക് തടിയണ്ടാ. എടാ ഈ തടിയന്മാരൊക്കെ പപ്പാനി ആവണോന്ന് എന്ത് നിയമം? ഈ ഇരിക്കണ ആരെങ്കിലും പപ്പാനിയെ നേരിട്ട് കണ്ടിട്ടുണ്ട? പോട്ടെ, മാവേലിയെ കണ്ടിട്ടുണ്ട? ഈ മാവേലിയും പപ്പാനിയും തടിയന്മാരാന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? നീയാ? ഞാനാ?
ആർക്കും അറിയില്ല. പിന്നെ ഈ തടിയന്മാര് പപ്പാനി മാവേലിക്കാണെങ്കിൽ വേറൊരു കാരണം ഉണ്ട്. ഈ വണ്ണോളന്മാര് പപ്പാനി മാവേലിക്ക് ആയി കഴിഞ്ഞാലേ ആൾക്കാർക്ക് ചിരി വരും. പക്ഷെ നേരെ മറിച്ചൊരു എല്ലാം പപ്പാനി മാവേലി അയക്കുന്ന വല്ലതും ഉണ്ടാ. എടാ ഒരു തടിയൻ പോയിട്ട് 10 ആളുടെ മുന്നിൽ വയറും കുലുക്കി ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് എല്ലാവർക്കും ചിരി വരും. കേട്ടറാ മന്ദബുദ്ധി. എടാ ആരും തല്ലി പിടിക്കണ്ട, ഞാൻ പപ്പാന്റെ ആയിക്കോളാം. എനിക്കൊരു തലോണി കെട്ടിയാ മതി. പിന്നെ പിടുക്ക ഞാൻ പിടിക്കും, അത് വേറെ ആർക്കും ഞാൻ തരൂല. എടാ നിന്റെ പിടുക്കം നീ പിടിക്കണം, ഞങ്ങ പിടിക്കൂല, ഞാൻ താങ്ങൂല. എടാ പിടിക്കലടാ കുടുക്ക. എടാ പിന്നെ പോകുമ്പോ നമുക്ക് അവന്മാരെയും വിളിക്കാം, ആള് കൂടുമ്പോ അടിപൊളിയായിരിക്കും. എല്ലാം സെറ്റ്. നാളെ പോലെ നമ്മള് കരോളിന് ഇറങ്ങുന്നു. നാളെ പോണ്ട, ഇന്നിറങ്ങണം, ഇന്ന് തന്നെ ഇറങ്ങണം. ഇന്ന് ഓക്കേ. എടാ ആശിക്ക് നീ ആ വാറ്റ് ഒന്നുകൂടെ മേടിച്ചോട്ടാ, നമുക്ക് വൈകുന്നേരം അടിക്കാം. വാച്ച് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാച്ചിനോട് സ്നേഹമായ വാച്ച് ഇഷ്ടപ്പെട്ട വൈകുന്നേരം വാച്ച് എനിക്ക് ഉറപ്പായിട്ടും മേടിച്ചു തരും. അടിമൊഴി വേടര ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാരും വീട്ടിൽ പോയി കിടന്നു നോക്ക്, ഞാനും പോട്ടെ. നീ ഇവിടെ പോയി കിടന്നു. എന്റെ പൊന്നു ശ്രീദേവി, ഞാൻ വരാൻ വേണ്ടി ഏറ്റവും ഭയങ്കര തലകറക്കോർന്ന്, അതുകൊണ്ട് ഞാൻ പിന്നെ കടന്നുപോയി. സോറിയാടാ ശ്രീദേവി. ഇപ്പൊ അങ്ങനെ പറഞ്ഞാലേ ഞാൻ എന്നെ പപ്പാഞ്ഞാക്കാൻ വേണ്ടി വൈകിയല്ലോടാ നീ. നീയൊക്കെ ഒന്ന് നിർത്തിക്ക്. ഇപ്പൊ എല്ലാരും വന്നില്ലേ, വാ നമുക്ക് പപ്പാനി കളിക്കുക. പിന്നെ ഇവിടെ ആശിക്കോ രണ്ടൊരുത്തനും പോകൂലല്ലോ. ആശിക്കോടെ പോയി. നമ്മളിന്ന് ഉച്ചക്കടിച്ച സാധനമില്ലേ, ഒന്നും കൂടെ അവൻ എടുക്കാൻ വേണ്ടി പോയേക്കണേ. ഇപ്പൊ വരും. അത് ശരി, അതിന്റെ ഇടയിൽ കൂടി അവനെ മാറ്റി വാങ്ങാനും പറ്റിയത്. കാര്യം ചെയ്യാതു, നീ ആ ക്രിസ്മസിന് പാടാൻ പറ്റിയ പാട്ടൊന്ന് പാടിക്ക്. ഈ പഞ്ചായത്തിൽ സണ്ട ജനിച്ച നാളിതല്ലോ, ഈ പഞ്ചായത്തിൽ സണ്ട ജനിച്ചൊരു നാളിതല്ലോ, പുണ്യശു പിറന്നത് 25 ഡിസംബറിന് മഞ്ഞ് പൂക്കുന്ന കാലം ഇത്. കാശറി മക്കള്, നോട്ടറി മക്കള്, കരോളിങ് നമ്മള് ഇറങ്ങി 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 ഇറങ്ങി. ഈ പഞ്ചായത്തില് സണ്ട ജനിച്ച് പഞ്ചായത്തില് സണ്ട ജനിച്ച് ആശിക്കണ്ടാ എന്താണ് ആശിക്ക് സെറ്റ് ആയിട്ടിരിക്കണം? ഒരു സീനുണ്ട്. ആശിക്കന്റെ കുപ്പി എന്ത് പിടാണ്ടി ആശിക്ക് എന്താ സീ? ഞാൻ പറയണ കേട്ടിട്ട് ആരും പേടിക്കരുത്. നമ്മുടെ അമ്പാടിച്ചേട്ടനില്ലേ, അങ്ങനെ പോലീസ് പിടിച്ച്. പിന്നെ അയാളെ പോലീസ് പിടിക്കാണ്ടിരിക്കുവോ? അയാൾ വാറ്റിലുണ്ടാക്കണം. അയാള് വാച്ചുണ്ടാക്കിനല്ലേ പോലീസ് പിടിച്ചത്. പിന്നെന്തിനാണ് അയാളെ പിടിച്ച? അയാളെ ഞാൻ പറയാം, പക്ഷെ ആരും പേടിക്കരുത്. അയാൾ ഈ ഇടക്ക് കണ്ടുപിടിച്ച വാറ്റാളെ നമ്മൾ ഇന്ന് രാവിലെ അടിച്ചത്. ആ വാച്ചിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ വാച്ച് പിടിച്ചിട്ട് പിന്നെ 8 പേര് മരിച്ചെന്നാണ് പറയണത്. ഇവരെന്തൊക്കെയാണ് പറയണേ? 8 പേര് ചത്തൊന്നൊക്കെ. പൊന്നിയൻസ് ഞാൻ നുണ പറയണേന്നുമല്ല, കാര്യമായിട്ട് പറയണേന്ന്. 8 പേര് മരിച്ചെന്നാ പറയണത്. ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആദ്യം തല അറിയണം, പിന്നെ ബോധം പോവും, പിന്നെ ആളും മരിക്കും. എന്തോ ഭാഗ്യം, ഞാൻ ഈ സാധനം എന്തായാലും കുടിച്ചിട്ടില്ല. ഒന്നും മിണ്ടാനേ. എടാ ആശിക്ക് നീ പറഞ്ഞ സത്യമാണോ? അപ്പൊ ഞാൻ പറഞ്ഞ സത്യോടാ, അമ്മ എല്ലാരും മരിക്കും. എനിക്ക് എന്റെ അമ്മയെ കാണുന്നു. അമ്മ Polisanam, 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 oh, polisanam, polisanam.